കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് ഒക്ടോബർ 2023 മുതൽ സെപ്റ്റംബർ 2024 വരെ അമേരിക്കയിൽ വിദ്യാർത്ഥി വിസ നിഷേധിക്കൽ ഒരു ദശാബ്ദത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2023-24 എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള F1 വിദ്യാർത്ഥി വിസ അപേക്ഷകളിൽ 41% നിരസിക്കപ്പെട്ടു. 2014 അപേക്ഷിച്ച് നിരസിക്കൽ നിരക്കിന്റെ ഇരട്ടിയാണിത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിസ അപേക്ഷകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് US നിരസിച്ചത്. 6,79,000 അപേക്ഷകളിൽ 2,79,000 എണ്ണം നിരസിക്കപ്പെട്ടു. 2022-23 നിരസിക്കൽ നിരക്ക് 36%. അതായത് 6.99 ലക്ഷം അപേക്ഷകളിൽ 2.53 ലക്ഷം അപേക്ഷകളായിരുന്നു നിരസിച്ചത്. ഓരോ രാജ്യത്തിന്റെയും എത്ര അപേക്ഷകൾ വീതം തള്ളിയെന്ന കണക്ക് US പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 2024 ഡിസംബർ 9 ഒരു മുൻ റിപ്പോർട്ടിൽ 2023 അപേക്ഷിച്ച് 2024 ആദ്യ 9 മാസങ്ങളിൽ ഇന്ത്യക്കാർക്ക് നൽകിയ വിദ്യാർത്ഥി വിസകളുടെ എണ്ണം 38% കുറഞ്ഞുവെന്ന് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളെ അപേക്ഷിച്ച് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും വിദ്യാർത്ഥി വിസ നിരസിക്കൽ വർദ്ധിച്ചതായാണ് ഡാറ്റ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിസ അപേക്ഷകൾ ലഭിച്ചത് 2014-15 വർഷത്തിലാണ്. അന്ന് 8,56,000 പേരാണ് അപേക്ഷിച്ചത്. അതിനുശേഷം ഓരോ വർഷവും അപേക്ഷകളുടെ എണ്ണം കുറയാൻ തുടങ്ങി. കോവിഡ് സമയത്ത് അതായത് 2019-20 കാലഘട്ടത്തിൽ അപേക്ഷകൾ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. ആ സമയത്ത് 1,62,000 പേർ മാത്രമായിരുന്നു അപേക്ഷിച്ചത്. കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ അപേക്ഷിക്കുന്നുള്ളൂവെങ്കിലും നിരസിക്കലിന്റെ ശതമാനം വർദ്ധിച്ചിരുന്നു. കോവിഡിന് ശേഷം വിദ്യാർത്ഥി വിസ അപേക്ഷകളുടെ എണ്ണം വീണ്ടും കൂടാൻ തുടങ്ങി. എന്നിരുന്നാലും 2023-24 മുൻവർഷത്തെ അപേക്ഷിച്ച് 3% കുറവുണ്ടായി. 2022-23 വർഷത്തിൽ 6,99,000 അപേക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. 2023-24 വർഷങ്ങളിൽ ഇത് 6,79,000 കുറഞ്ഞു. 2023-24 2,79,000 അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. 22-23 4,45,000 വിസകളാണ് അംഗീകരിച്ചത്. 2023-24 വർഷത്തിൽ 4,01,000 വിസകൾ മാത്രമാണ് അംഗീകരിച്ചത്. ഇതിനർത്ഥം 2023-24 കഴിഞ്ഞ ദശകത്തിൽ ഏതൊരു വർഷത്തെക്കാളും കൂടുതൽ വിദ്യാർത്ഥി വിസകൾ നിരസിക്കപ്പെട്ടു എന്നാണ്. യുഎസിലെ അക്കാദമിക് സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് F1 വിസ. വൊക്കേഷണൽ അല്ലെങ്കിൽ നോൺ അക്കാദമിക് പ്രോഗ്രാമുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് M1 വിസ. എല്ലാ വർഷവും യുഎസിലെ എല്ലാ വിദ്യാർത്ഥി വിസകളുടെയും 90% വരുന്നത് F1 വിസകളാണ്. US ഇമിഗ്രേഷൻ നിയമങ്ങളുടെയും ഫെഡറൽ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓരോ വിസ അപേക്ഷയും വ്യക്തിഗതമായി അവലോകനം ചെയ്യുന്നുവെന്നാണ് F1 വിസ നിരസിക്കലുകൾ വർദ്ധിക്കുന്നതിന്റെ കാരണം ചോദിച്ചപ്പോൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറയുന്നത്. ഓരോ രാജ്യങ്ങളിലെയും F1 വിസ നിരസിക്കൽ നിരക്കുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിട്ടില്ല. അത്തരം വിശദമായ ഡാറ്റ അവർ പുറത്തുവിടാറില്ലെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു. F1 വിസ നിരസിക്കലിന്റെ രാജ്യാടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും 2024 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യക്കാർക്ക് 64,008 സ്റ്റുഡന്റ് വിസകൾ നൽകിയതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2023 ഇതേ കാലയളവിൽ 1.03 ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞു. മാർച്ച് സെപ്റ്റംബർ കാലയളവിലെ പ്രതിമാസ റിപ്പോർട്ടുകൾ 2024 ഡിസംബറിൽ അപ്ഡേറ്റ് ചെയ്തതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് ഇപ്പോൾ പറയുന്നുണ്ട്. ഇതോടെ ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള 9 മാസത്തെ ആകെ എണ്ണം 63,973 ആയി. ഡാറ്റ പ്രകാരം 2021 ഇതേ കാലയളവിൽ 65,235 വിസകളും 2022 93,181 വിസകളും നൽകിയിട്ടുണ്ട്. യുഎസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. 2023-24 ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ചൈനക്കാരെ മറികടന്ന് ഇന്ത്യക്കാരെ യുഎസിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി കൂട്ടായ്മയാക്കി. 2023-24 യുഎസിൽ 3.33 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഓപ്പൺ ഡോട്ട്സ് ഡാറ്റ പ്രകാരം ഇതുവരെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്.